ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗൗതമിൻ്റെയും അളകനന്ദൻ്റെയും പിങ്കിയുടെ നാളത്തെ സൂപ്പർ പ്രമോ സെഷത്തിലേക്ക് സ്വാഗതം. അതിനു മുമ്പ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുൻപിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നാളത്തെ ഗൗതമിൻ്റെയും നന്ദയുടെയും പിങ്കിയുടെയും കഥയിലേക്ക് വരുമ്പോൾ ചില രസകരമാകുന്ന നിമിഷം നമ്മൾ പ്രമോ സെഷത്തിൽ പറഞ്ഞ പോലെ തന്നെ നന്ദയുടെ ചില രസകരമാകുന്ന ഒരു പ്രവൃത്തിയൊക്കെയാണ് നമ്മൾ ഈ ആഴ്ച ഫുള്ള് കാണാൻ പോകുന്നു കേട്ടോ. നന്ദയ്ക്ക് അപ്പം ഹെഡ് വെയിറ്റ് കൂടി നിൽക്കുന്ന ചില സാഹചര്യങ്ങളൊക്കെ നമുക്ക് ഈ ആഴ്ചത്തെ എപ്പിസോഡിൽ കാണാം. കാരണം തൻ്റെ കുഞ്ഞ് പിങ്കിയുടെ വയറ്റിൽ അങ്ങനെ ജനിച്ചതിൻ്റെ ഒരു സന്തോഷവും ഒരു ആഹ്ലാദവും ഒക്കെ നന്ദയുടെ മനസ്സിലുണ്ട്, അതുപോലെ ഗൗതമിൻ്റെ മനസ്സിലും ഉണ്ട്. പക്ഷെ പിങ്കി അതിനെല്ലാം ചില തടസ്സങ്ങളും, പിങ്കി ചെറിയ നൂലാമാലകളൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അതിനെയെല്ലാം തരണം ചെയ്യുവാൻ നന്ദ പഠിച്ചു എന്നുള്ളതാണ് പ്രേക്ഷകരായി നമുക്ക് ഏറെ സന്തോഷം ഉണ്ടാക്കുന്നത്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൽ കണ്ടവല്ല പിങ്കി തനിക്ക് കിട്ടിയ അവസരം മുതലാക്കി ഗൗതമിനെ കൊണ്ട് ചില പ്രവൃത്തികളൊക്കെ ചെയ്യിക്കുക, ഗൗതമിനെ തൻ്റെ അടുക്കിലേക്ക് കൂടുതൽ അടുപ്പിക്കുവാൻ ശ്രമിക്കുക. അങ്ങനെ ഐസ്ക്രീം മേടിച്ചുകൊണ്ട് എല്ലാം പറയുമ്പോൾ ഗൗതം ഐസ്ക്രീം മേടിക്കാൻ പോകുന്നു. അങ്ങനെ പകൽക്കിനാവ് കണ്ടുകൊണ്ട് ഗൗതം കൊണ്ടുവന്ന് പിങ്കിക്ക് ഐസ്ക്രീം കൊടുക്കുകയും അതിൽ സന്തോഷം തോന്നി ഗൗതമിനെ കെട്ടിപ്പിടിക്കുന്നതൊക്കെ ചെയ്ത ഒരു സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് നന്ദ കയറി വരുന്നത്. നന്ദ ഗൗതമിൻ്റെ നിർദ്ദേശപ്രകാരം ഈ ഐസ്ക്രീമുമായിട്ട് വരുന്നത്. അങ്ങനെ പിങ്കിയുടെ പ്ലാനുകൾ പൊളിയുന്ന നിമിഷങ്ങളൊക്കെ കണ്ടല്ലോ. അപ്പോൾ നാളെയും നാളത്തേക്കൊക്കെ ഉള്ള ദിവസങ്ങൾ എപ്പിസോഡിൽ പിങ്കി അങ്ങനെ പല തന്ത്രങ്ങളും മെനയുക നന്ദനെ തകർക്കുവാനും ഗൗതമിനെ സ്വന്തമാക്കാനും. പക്ഷേങ്കിൽ നമ്മുടെ നന്ദ അതിവിദഗ്ധമായി ഇതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് പിങ്കിയുടെ സകല തന്ത്രങ്ങളും പൊളിച്ചടുക്കുന്ന ചില നിമിഷങ്ങളൊക്കെയാണ് നമ്മൾ പച്ചമലയാളത്തിൽ പറഞ്ഞാൽ പൊളിച്ചടുക്കി എന്ന് തന്നെ പറയാം. പൊളിച്ചടുക്കി നന്ദ സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ഇന്ത്യപുരത്തിൽ ഒരു നല്ല പിങ്കിയേക്കാൾ കൂടുതൽ സന്തോഷവതിയായി ജീവിക്കുന്ന ചില രസകരമാകുന്ന നിമിഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. എന്തായാലും നമ്മളൊക്കെ ഒരുപാട് വിഷമിച്ചിരുന്നു. നന്ദയ്ക്ക് ഒരുപാട് പിങ്കി ഗർഭിണി ആയതുകൊണ്ട് തന്നെ നന്ദ ഒരുപാട് കണ്ണുനീരും കൈയുമാക്കി ആയിട്ടായിരിക്കുമല്ലോ ഇനി ഈ കഥയിൽ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നമ്മൾ സങ്കടപ്പെട്ടവരുണ്ട്, കമൻറ്റ് ചെയ്തവരുണ്ട്, അതുപോലെ ഇതിൻ്റെ ആളുകളെ ചീത്ത വിളിച്ചവരൊക്കെ ഉണ്ട്. അവർക്കെല്ലാം സന്തോഷിക്കുന്ന ഒരാഴ്ചയാണ് ഈ ആഴ്ച. കാരണം നന്ദയുടെ ചില മാസ് പ്രകടനങ്ങൾ തന്നെ കാണാം. പിങ്കിയുടെ സകല തന്ത്രങ്ങളും അരച്ച് കലക്കി കുടിച്ച പിങ്കിയുടെ നന്ദയ്ക്കടുത്ത് പിങ്കിയുടെ യാതൊരു പ്ലാനുകളും നടക്കുന്നില്ല എന്നുള്ളതാണ് ഈ ആഴ്ചത്തെ അല്ലെങ്കിൽ നാളത്തെ വിശേഷത്തിൽ കാണാൻ കഴിയുന്നത്. അങ്ങനെ ഒടുവിൽ പിങ്കിക്ക് മനസ്സിലായി ഇനി തന്നെ കൊണ്ട് നന്ദയെ പിടിച്ചു കിട്ടുവാൻ കഴിയില്ല, ഗൗതമിനെ സ്വന്തമാക്കുവാൻ തന്നെ കൊണ്ട് മാത്രം കഴിയില്ല എന്ന് മനസ്സിലാക്കിയ പിങ്കി ചില അല്പം കൂടെ കടന്ന കൈ ചിന്തിക്കുന്ന ഒരു എപ്പിസോഡാണ് നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത്. അങ്ങനെ തൻ്റെ റിലേഷനിൽപ്പെട്ട ഒരു ആൻറ്റി അല്ലെങ്കിൽ ഒരു സ്ത്രീയെ ഇന്ത്യപുരത്തേക്ക് കൊണ്ടുവരിക. നമ്മൾ പ്രമോശത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യപുരത്തിൽ പുതിയൊരു അതിഥി എത്തുന്നു. അത് നന്ദയ്ക്ക് പ്രതികൂലമായി വാദിക്കുന്ന ചില നിമിഷങ്ങളൊക്കെ, അല്ലെങ്കിൽ നന്ദയുടെ വില്ലത്തിയായിട്ട് വേണമെങ്കിൽ തന്നെ വില്ലത്തിയാണെന്ന് തന്നെ പറയാൻ കഴിയും കേട്ടോ. അങ്ങനെ നന്ദനെ പ്രതിരോധിക്കുവാൻ, നന്ദനെ തകർക്കുവാനും ഗൗതമനെ സ്വന്തമാക്കുവാനും പിങ്കിക്ക് സ്വന്തമായി കഴിയില്ല എന്ന് മനസ്സിലാക്കിയ പരാജയപ്പെട്ട പിങ്കി ഗൂഢതന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് ഗിരിജ എന്ന തനിക്ക് വേണ്ടപ്പെട്ട ഒരു സ്ത്രീയെ ഇന്ത്യപുരത്തേക്ക് വിളിക്കുക. അപ്പോൾ ഇതാരും അറിയുന്നില്ല കേട്ടോ, ഇതാരും അറിയുന്നില്ല. അങ്ങനെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഇന്ത്യപുരത്തിലേക്ക് പെട്ടെന്ന് ഗിരിജ ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് അടിച്ച് പൊളിച്ചൊരു മോഡേൺ സ്ത്രീയാട്ടോ. നമ്മുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞ ഏതിനും മുൻപിൽ നിൽക്കുന്ന ഒരു സ്ത്രീയായിട്ടാണ് ഇന്ത്യപുരത്തിലേക്ക് വരുന്നത്. കാരണം ഇന്ത്യപുരം തറവാട്ടിലുള്ള എല്ലാവരും സ്ത്രീകളും അല്പം എടുത്തിയാട്ടമൊക്കെ അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ട് അല്പം എടുത്തിയാട്ടമുണ്ടെങ്കിലും പ്രവൃത്തി കൊണ്ടെല്ലാം കുടുംബപരമായിട്ടും അവരെല്ലാം സൈലൻ്റ് ആണല്ലോ, അല്ലെങ്കിൽ പക്വതയുള്ളവരാണല്ലോ. എന്നാൽ ഈ വരുന്ന സുശീല എന്ന വ്യക്തി, ഈ സ്ത്രീ അല്പം കടന്ന് ചിന്തിക്കുന്ന കൂട്ടത്തിൽപ്പെട്ടതാട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ നന്ദ ഒരുപാട് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഈ ഗിരിജിയുടെ ലക്ഷ്യം എന്താണ് എന്ന് മനസ്സിലാക്കാൻ ഒരു 1-2 എപ്പിസോഡ് കഴിഞ്ഞാൽ മാത്രമേ നന്ദയ്ക്ക് ഇതിനെക്കുറിച്ച് പിടികിട്ടുള്ളൂ. അപ്പോൾ അതുവരെ നന്ദയ്ക്ക് ചില വേദനയും ചില നഷ്ടങ്ങളും അതുപോലെ ചില കുത്തുവാക്കുകളും ചില കണ്ണുനീർ കണ്ണുനീർ തൂകുന്ന ചില നിമിഷങ്ങളൊക്കെ നമ്മൾ കാണേണ്ടി വരും. എന്നാലും നന്ദ അതിനെല്ലാം പ്രതിരോധിക്കുന്ന ചില രസകരമാകുന്ന രീതിയിൽ തന്നെ
തന്നെ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. അപ്പം എന്തായാലും ഗിരിജ നാളത്തെ എപ്പിസോഡിൽ വരുന്നു എന്നുള്ളതാണ് ഈ കഥയിലെ പ്രധാന ഭാഗമെന്ന് പറയുന്നത്. അങ്ങനെ ഗിരിജ വന്നതേ എല്ലാവരെയും അഭിസംബോധന ചെയ്ത് നല്ലവരെയും കയ്യിലെടുക്കുവാനുള്ള ശ്രമമാണ്. പക്ഷേങ്കിൽ പിങ്കിക്ക് മനസ്സിലായി ഗിരിജയുടെ ഓവർ ആക്ടിങ് അല്ലെങ്കിൽ എല്ലാവരെയും പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ഇത് പിങ്കിയുടെ തന്ത്രങ്ങൾ പൊളിയുമോ എന്ന് മനസ്സിലാക്കി പിങ്കി തന്നെ പെട്ടെന്ന് ചെന്ന് ഗിരിജനെ കെട്ടിപ്പിടിക്കുകയും ഗിരിജയ്ക്ക് ചില നിർദ്ദേശങ്ങളെ കൊടുക്കുകയും ചെയ്തു. ഓവറാകുന്നുണ്ട് എന്ന് പറഞ്ഞ് നമ്മളെല്ലാം ബുദ്ധിപൂർവ്വം ചെയ്യണമെന്ന് ഒക്കെ പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഗിരിജയെ കെട്ടിപ്പിടിക്കുകയും അവരുടെ സ്നേഹബന്ധം പ്രകടമാക്കുകയും ചെയ്യുക. അപ്പം പെട്ടെന്ന് നന്ദയ്ക്കും ഗൗതമനും അതുപോലെ ഇന്ദീപുരത്തെ എല്ലാവർക്കും ഒരു സംശയം, ഇത് ആരാണ് എന്നൊരു ചോദ്യം വരിക. ഈ ഒരു ആരാണ് ചോദ്യം വരുമ്പോൾ പെട്ടെന്ന് എല്ലാവരും പറയുന്നു, പിങ്കി പറയുകയാണ്, ഇത് എൻ്റെ ആൻറ്റിയാണ്, എനിക്ക് വേണ്ടി ഞാൻ ഈ അവസ്ഥയിൽ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് സഹായിയായിട്ട് ഞാൻ തന്നെ വിളിച്ചു വരുത്തിയതാണ് എന്ന് പറയാം. അപ്പോൾ ഈ സമയത്ത് പിങ്കി പെട്ടുപോകാതിരിക്കുവാൻ വേണ്ടി അരുന്ധതി വലിയൊരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അരുന്ധതി ഒരു സൈലന്റ് കില്ലറായിട്ട് തന്നെ അല്ലെങ്കിൽ ഒരു ഈ എപ്പിസോഡിൽ കാണുന്ന ചില നിമിഷങ്ങളിൽ ചില എപ്പിസോഡിൽ കാണാൻ പോകുന്ന എല്ലാത്തിനും പിങ്കിക്ക് കൂട്ടുനിൽക്കുന്ന ചില നിമിഷങ്ങളൊക്കെ നമ്മൾ കാണേണ്ടി വരും. നമുക്ക് ചില സമയത്ത് ദേഷ്യം വരുന്ന രീതിയിലുള്ള പ്രവൃത്തികളൊക്കെ അരുന്ധതിയും ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ സത്യത്തിൽ അരുന്ധതിക്ക് പിങ്കിയോട് അല്ലെങ്കിൽ പിങ്കിയുടെ തന്ത്രത്തിൻ്റെ മൂല കാരണം എന്താണ് എന്ന് വ്യക്തമല്ല. അതുകൊണ്ട് തന്നെ അരുന്ധതി ഇപ്പോൾ പിങ്കിയുടെ കൂടെയാണെങ്കിലും എല്ലാം അറിയുമ്പോൾ അരുന്ധതി ഞടുങ്ങിപ്പോകുന്ന ചില നിമിഷങ്ങളൊക്കെ വരും ദിവസം അപ്കമിങ് എപ്പിസോഡിൽ നമുക്ക് കാണാൻ കഴിയും. എന്തായാലും നാളത്തെ എപ്പിസോഡിൽ അരുന്ധതി പിങ്കിക്കൊപ്പം നിൽക്കുകയാണ്. അങ്ങനെ തന്നെ സുശീല എന്ന സ്ത്രീയെ സ്വീകരിക്കുകയും പിന്നെ അവിടെ പിങ്കിയും സുശീലയും തമ്മിൽ പരസ്പരം സംസാരിക്കുകയാണ്. എനിക്ക് ഗൗതമനെ സ്വന്തമാക്കുവാനാണ് എൻ്റെ ലക്ഷ്യം, അതുകൊണ്ട് എങ്ങനെയെങ്കിലും നന്ദേനെ ഇവിടുന്ന് ഒഴിവാക്കണം എന്ന് പറയാം. അപ്പം സുശീല പറഞ്ഞത്, ഞാനേ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വന്ന മോളെ നിൻ്റെ ആഗ്രഹം സഫലമാക്കുവാൻ തന്നെയാണ്, നീ അത് ഉറപ്പിച്ചോ, നിൻ്റെ ആഗ്രഹം നടന്നിരിക്കും, നീ ആഗ്രഹിച്ച നിൻ്റെ ഗൗതമനെ നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഞാൻ മടങ്ങിപ്പോകുള്ളൂ എന്ന ഒരു ഉറപ്പ് സുശീല പിങ്കിക്ക് കൊടുക്കുകയും പിങ്കിക്ക് അത് വലിയ ആശ്വാസമാകുകയും ചെയ്യുക. അതിനിടയിൽ ഈ വരുന്ന വ്യക്തിയെക്കുറിച്ച് നന്ദ അന്വേഷിക്കുമ്പോൾ നന്ദയോട് പറയുകയാണ്, ഇതുപോലെ പിങ്കിയെ സംരക്ഷിക്കുവാൻ, പിങ്കി ഗർഭിണിയാണല്ലോ, അതുകൊണ്ട് അവർക്ക് വേണ്ട പരിചരണത്തിന് വേണ്ടി കൊണ്ടുവന്ന പിങ്കിയുടെ വേണ്ടപ്പെട്ട വ്യക്തിയാണെന്ന് പറയുമ്പോൾ പിങ്കിക്ക് എന്താണ് ഇപ്പം പ്രശ്നം എന്ന് നന്ദ ചോദിക്കുക ഏട്ടത്തിയോട്ടോ. ഒരു പ്രശ്നവുമില്ല, പിങ്കിയുടെ കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ ഇവിടെ അമ്മയുണ്ട്, അതുപോലെ വലിയമ്മയുണ്ട്, ഞാനുണ്ട്, എല്ലാവരും ഉണ്ടല്ലോ, പവിത്രയുണ്ട്, മോഹിനിയ അമ്മയൊക്കെ എല്ലാവരും ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് വേറൊരാളെ ഇവിടെ കൊണ്ടുവന്നത് എന്ന് ചോദിച്ചപ്പോൾ അരുന്ധതി പറയാം, അതൊന്നും എനിക്കറിയത്തില്ല, എന്തായാലും പിങ്കിയുടെ എല്ലാ കാര്യങ്ങളിലും അവർക്ക് വേണ്ടപ്പെട്ട ഒരാൾ വേണമല്ലോ, അതുകൊണ്ടാണ് പിങ്കി ഇങ്ങോട്ട് ഈ സുശീല എന്ന വ്യക്തിയെ വിളിച്ചു വരുത്തിയത്, നമുക്ക് തടയുവാൻ പറ്റത്തില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. അപ്പം നന്ദയ്ക്ക് വലിയ സംശയമൊക്കെ ഉളവാക്കുന്നുണ്ടോ. അപ്പം നന്ദ ചോദിക്കുകയാണ്, അതിന് എന്തോ ലക്ഷ്യമുണ്ടല്ലോ, നന്ദയ്ക്ക് പിങ്കിക്ക് ഇതിനകത്ത് ഒരു ചെറിയ നാടകം കളിയാണല്ലോ എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുന്ന ചില നിമിഷങ്ങളൊക്കെ നാളത്തെ എപ്പിസോഡിൽ കാണാം. എന്തായാലും ഈ വ്യക്തി, അതായത് ഈ സുശീല വന്നപ്പം മുതൽ നന്ദയ്ക്ക് നല്ലൊരു സംശയമുണ്ട്, ഇത് വലിയൊരു നാടകത്തിൻ്റെ ഭാഗമാണ് എന്ന് നന്ദ മനസ്സിലാക്കുകയും അത് കൈയോടുകൂടി പൊക്കുവാൻ ശ്രമിക്കുന്ന ചില നിമിഷങ്ങളൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ കാണുന്നത്. എന്തായാലും സുശീലയുടെ വരവ് നന്ദയ്ക്ക് ചില ഭീഷണി ഉണ്ടാക്കുന്നു. നന്ദയുടെയും ഗൗതമിൻ്റെയും കുടുംബജീവിതം ഛിന്നാഭിന്നമാക്കി കളയുവാൻ കഴിയുന്ന ഒരു വ്യക്തി തന്നെയാണ് സുശീല. എന്നാൽ നന്ദ അതെല്ലാം മനസ്സിലാക്കി അതിനെയെല്ലാം ധരണം ചെയ്യുവാൻ കഴിവുള്ളൊരു പെൺകുട്ടിയാണ് എന്ന് തെളിയിക്കുകയും ചെയ്യുന്ന ചില നിമിഷങ്ങളൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഇതൊരു പ്രമോ വിശേഷമാണ്. നാളെ റിയൽ വിശേഷവുമായിട്ട് രാവിലെ തന്നെ ഞങ്ങൾ എത്തുന്നതായിരിക്കും. അപ്പം അതിനു മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഒന്നും കൂടെ ഓർപ്പിക്കുകയാണ്, ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.